ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സാറ്റർഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്, ജാനുവരി 11th. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും നേരുന്നു. നമുക്ക് നോക്കാം പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ശനിയാഴ്ചത്തെ എനർജി എന്താണ്, സാറ്റർഡേ എനർജി പായൽ നമ്പർ 1. സണ്ണിൻ്റെ എനർജി, ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്ന് എന്തെങ്കിലുമൊക്കെ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിക്ഷേപം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഫാദറായിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓവറായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആ ഒരു എനർജിയിലോട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ ഈഗോ ചെക്ക് നടത്താനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ ഈഗോ നിങ്ങളെ എങ്ങനെയാണ് പിന്നോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എനർജി അവിടെ കൊടുക്കുന്നത്, ആ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്യൂൻ ഓഫ് സോഡ്സിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നോളേജ്, എന്തെങ്കിലുമൊക്കെ അറിവ് പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളെ അത് ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ചിന്ത രീതി, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, എന്തെല്ലാം ആക്ടിവിറ്റിയിലാണ് നിങ്ങളെപ്പോഴും ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്, അതിലെല്ലാം നിങ്ങൾക്ക് കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതും ഒത്തിരി അവെയർനെസ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ആ ഒരു എനർജിയിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്, ആത്മീയമായിട്ടുള്ള എനർജിയാണ്, അതിലും ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആത്മീയമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക, ഒന്ന് ആറി തണുക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. അതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്നെസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അറിവ് പകരുന്ന എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ 10 ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കാം. ഫാമിലി, കുടുംബം, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പാസ്റ്റിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലൈഫിലൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലിയിലോട്ട് ആരെങ്കിലും റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കാം. എന്തെങ്കിലും പഠിത്തം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും രീതിയിൽ ഹോം റിട്ടേണിൻ്റെ എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇവിടെ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഹോം ഫാമിലിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഡെവലിൻ്റെ എനർജിയാണ്. ഇവിടെ ഞാൻ സണ്ണിൽ പറഞ്ഞ പോലെ തന്നെ ഈഗോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെംപ്റ്റേഷൻ്റെ എനർജി വരുന്നുണ്ട്, ആങ്കർ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതായത് ഒത്തിരി ധൃതി കൂട്ടാതിരിക്കുക, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക്
എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ലഭിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ താമസിച്ച് ലഭിക്കുന്ന എന്തെങ്കിലും ഹെൽപ്പായിരിക്കാം. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു എനർജി ഫൈനലി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ നെയ്ബേഴ്സിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാകുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓവറോൾ ഒരു ബാലൻസിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. മെയിനായിട്ട് കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഫാമിലി, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്, ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഏത് കാര്യങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ മുൻഗണന കൊടുക്കണം, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എനർജി കൊടുക്കാനായിട്ടും കുറച്ച് പേർ ഇന്ന് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ എനർജിയാണ്, ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്, ഒത്തിരി ഹാപ്പിനെസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്. ജാനുവരി 11 സാറ്റർഡേയുടെ എനർജി. താങ്ക് യു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും നേരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുക. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേ എനർജി. താങ്ക് യു. കുറച്ച് പേർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണം എന്നുണ്ടാകാം, പക്ഷേ കറക്റ്റ് വേർഡ്സ് വരുന്നില്ല. സ്റ്റാമറിങ്ങിൻ്റെ എനർജി അല്ലെങ്കിൽ പറയാനായിട്ടുള്ള ഒരു പേടിയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് പേർക്ക് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം, പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം. ടു ഓഫ് വാണ്ട്സിൻ്റെ എനർജി, എംപ്രസിൻ്റെ എനർജി. അഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് മുന്നോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. പക്ഷേ എന്തൊക്കെയോ ചില കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങളുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്യുക. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു തീരുമാനം, ഈ ഒരു ഡിസിഷൻ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതെല്ലാം കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. എംപ്രസ് വന്നിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പവറിലിരിക്കാനായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി അത് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് അത് മണി, ഫിനാൻസിൻ്റെ, അബണ്ടൻസിൻ്റെ രൂപത്തിലായിരിക്കാം. അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫെമിനിൻ സൈഡ് കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങൾ ആവശ്യത്തിന് വിശ്രമം എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നർച്ചർ ചെയ്യുക നിങ്ങളെയും മറ്റുള്ളവരെ. അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, എംപററിൻ്റെ എനർജി കണ്ടോ, ഡിവൈൻ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ആഫ്റ്റർനൂൺ ടൈം ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വ്യക്തിബന്ധങ്ങളിലും എന്തെങ്കിലും ഒരു സ്ട്രോങ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ ന്യൂ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിന്ന് പോയ എന്തെങ്കിലും കാര്യങ്ങൾ, സ്റ്റക്കായിട്ട് നിന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അവിടെ ഒരു പോസിറ്റീവ് ഗ്രോത്ത്, മുന്നോട്ടൊരു
പുരോഗതി ഉണ്ടാകുന്നതായിട്ട് ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കൊരു പോസിൻ്റെ എനർജിയാണ്. അതായത് ഒത്തിരി ബിസി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതും ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കാം. ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ ഒരു പൂർണ്ണത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മറ്റുള്ളവരുടെ ഒത്തിരി ഇൻ്റർഫിയറൻസിൻ്റെ എനർജി, മറ്റുള്ളവരുടെ ഒത്തിരി ഒപ്പീനിയൻ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചും കൂടെ രമ്യതയോടുകൂടി ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹെർമിറ്റിൽ വന്നിട്ട് ഒത്തിരി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്, സ്പിരിച്വൽ എനർജി കാണുന്നുണ്ട്. പിതൃക്കളുടെ, പൂർവികരുടെ ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരുന്നതാണ്. ഒത്തിരി പ്രോസ്പെറസ് ആയിട്ടുള്ള, ഒത്തിരി പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.